സിനിമാ പ്രേമികൾ ആവേശത്തോടെയും കാത്തിരിക്കുന്ന ലോകേഷ് കനകരാജ് രജനികാന്ത് ചിത്രം കുലിക്കു കേരളത്തിൽ വൻ വരവേൽപ്പ്. പ്രീ ബുക്കിംഗിലൂടെ 5.34 കോടിയുടെ ടിക്കറ്റാണ് ഇതുവരെ വിറ്റുപോയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നു 10 കോടിയും കർണാടകയിൽ നിന്നും 3 കോടിയും ചിത്രം നേടിക്കഴിഞ്ഞു. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ഇതുവരെ ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല. ചിത്രം റിലീസ് ചെയ്യാൻ 3 ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് കോടികൾ വാരി കൂലി കളമൊരുങ്ങുന്നത്. അതേസമയം മോഹൻലാൽ ചിത്രം തുടരും ആദ്യ ദിനം നേടിയ കളക്ഷൻ ഇതിനോടകം കൂലി തകർത്തു കഴിഞ്ഞു. എമ്പുരാനു ശേഷം ഈ വർഷം മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ചിത്രമായി കൂലി മാറിയേക്കും. ഏകദേശം 14 കോടി രൂപയാണ് എമ്പുരാൻ കേരളത്തിൽ നിന്നും വാരിയത്. ജയിലർ ആദ്യദിനം കേരളത്തിൽ നിന്നും നേടിയത് 6 കോടിയാണ്. ഈ റെക്കോർഡ് തകർത്താൽ കേരളത്തിൽ നിന്നും ആദ്യദിനം ഏറ്റവുമധികം കളക്ഷൻ നേടുന്ന ആദ്യ രജനി ചിത്രമായി കുലി മാറും. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലൊരുങ്ങുന്ന ഒരു പീരിയഡ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി. ഓഗസ്റ്റ് 14-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. രജനികാന്തിന്റെ 171-ാം സിനിമയായി ഒരുങ്ങുന്ന കുലിയിൽ ആമിർ ഖാൻ, നാഗാർജുന, ഉപേന്ദ്ര തുടങ്ങിയ സൂപ്പർ താരങ്ങളും എത്തുന്നു. ആമിർ ഖാൻ അതിഥി വേഷത്തിലാകും ചിത്രത്തിലെത്തുക. ശ്രുതി ഹാസനാണ് നായിക. ചിത്രത്തിലെ കടുത്ത വയലൻസ് രംഗങ്ങൾ കണക്കിലെടുത്ത് സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചത്. വർഷങ്ങളുടെ ഇടവേളയ്ക്കു ശേഷമാണ് ഒരു രജനികാന്ത് ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഇതോടെ രജനിയുടെ സിനിമകളിൽ ഏറ്റവുമധികം വയലൻസുള്ള സിനിമയാകും കൂലി. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് കൂലിയുടെ നിർമ്മാണം. 38 വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനികാന്തും ഒരുമിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് കൂലി.